Evening, everybody. My name is Patrick M. Kallada. I am working as the General Manager of a super specialty hospital situated at Muvattupuzha, Kerala, India. Then, first of all, I wish to express my deep-felt gratitude towards Dr. Saji Mathai, who has given me such an opportunity to discuss such matters. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് എന്നാണ്. ഞാൻ അതിനകത്തേക്ക് പോകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് പോകാനായിട്ട്. അതിന് മുൻപ് വാട്ട് ഈസ് കൗൺസിലിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് എന്താണ് കൗൺസിലിംഗ് എന്ന് പറയുന്നതിന് മുൻപ് എന്തല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നുന്നു. കാരണം മോസ്റ്റ് പീപ്പിൾ കൺഫ്യൂസ്ഡ് ദാറ്റ് അഡ്വൈസ് ഈസ് കൗൺസിലിംഗ്. അഡ്വൈസ് ഈസ് നോട്ട് അറ്റ് ഓൾ കൗൺസിലിംഗ്. ഒരു മനുഷ്യനെ നമുക്ക് അഡ്വൈസ് ചെയ്ത് പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മാറ്റാനായിട്ട് വലിയ റോളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ശരിക്ക് അഡ്വൈസ് അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻ ഇൻസൈറ്റ്. അറിയാം, ക്രിയേറ്റിംഗ് ആൻ ഇൻസൈറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് അതർ പേഴ്സൺ ഫോർ വാട്ട്? ഫോർ ബിഹേവിയർ ചേഞ്ച്. പെരുമാറ്റങ്ങൾ മാറണമെങ്കിൽ ആദ്യം മനസ്സ് മാറണം. മനസ്സ് മാറിയാലേ പെരുമാറ്റങ്ങൾ മാറാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഉപയോഗിക്കുന്ന വാക്കിന്റെ പേരാണ് ഇൻസൈറ്റ്. ഇൻസൈറ്റ് ഉൾക്കാഴ്ചകളാണ് മനുഷ്യന്റെ മനസ്സ് മാറ്റുന്നത്. മനസ്സ് മാറിയാലേ പെരുമാറ്റങ്ങൾ മാറാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ പോരാത്തതിന് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരിക്കൽ നിസ്സാര സമയം കൊണ്ടോ ദിവസം കൊണ്ടോ നമുക്ക് മനുഷ്യന്റെ മനസ്സുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, പനി വന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാരസെറ്റമോളൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടും. അതുപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല മനുഷ്യന്റെ മൈൻഡ് എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതനുസരിച്ച് മാത്രമേ അതിനകത്ത് നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കൗൺസിലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഒരാൾക്ക് അനുഭവപ്പെടുകയും ഒരു മാനസിക പ്രശ്നത്തിൽ തുടങ്ങി ശാരീരിക പ്രശ്നങ്ങളിലേക്ക് വരികയും അയാൾക്ക് അതിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതൊരു ടെൻഷൻ ആവാം, സ്ട്രെസ് ആവാം, മുൻപോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആങ്സൈറ്റി ആവാം, എന്തെങ്കിലും വാട്ടർ ഇറ്റ് മേ ബി. അപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾ ഉൾപ്പെടുകയും അയാൾക്ക് സ്വമേധയാ അയാൾക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്താൽ ആ സമയത്ത് ഒരു കോമ്പീറ്റന്റ് പേഴ്സന്റെ സഹായം തേടി അയാളിൽ നിന്ന് ചില ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റുകൾ കിട്ടി അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാക്കി ആ പ്രോസസ്സിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയയാണ് നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും കൗൺസിലിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അവർക്കത് സ്വമേധയാ കൈകാര്യം ചെയ്യാനും ചിന്തിച്ച് അത് പ്രോസസ്സിലൂടെ വന്ന് അത് എടുക്കാനും സാധിക്കുന്ന ഒരാൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ അതിന് കൗൺസിലിങ്ങിന്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ ഒരു സ്വമേധയാ അയാൾക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ആളുടെ സഹായം തേടിപ്പോകുന്നതും അതിനോട്ട് വരുന്നതും. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് ശ്രദ്ധിക്കാം. കോമ്പീറ്റന്റ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞത്. ഏത് കാര്യത്തിനും ഒരു കോമ്പീറ്റന്റ് പേഴ്സൺ ഉണ്ട് സോൾവ് ചെയ്യാനായിട്ട്. നമുക്കൊരു വാഹനം കേടുവന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആളോട് അല്ല ചോദിക്കുന്നത്, അതിൻ്റെ ഒരു കോമ്പീറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നത് മെക്കാനിക്കുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുള്ളൂ. നമുക്കൊരു ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസോ ഫിസിക്കൽ ഡിസീസോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിഷ്യനെ കാണും, അല്ലെങ്കിൽ ഡോക്ടറെ കാണും. കാരണം ഹീസ് ദ കോമ്പീറ്റന്റ് പേഴ്സൺ. അപ്പൊ അതുപോലെ ഈ മേഖലയിൽ അറിയാവുന്ന ഒരാളോട് സഹായം ആവശ്യപ്പെടുകയും അയാളുടെ നിരന്തരമായ പ്രക്രിയയിലൂടെ മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നതിന് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 സെക്ഷൻസ്. ഫസ്റ്റ് ഈസ് വിച്ച് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ്. ദെൻ സെക്കൻഡ് സെക്ഷൻ ഈസ് ഹൗ ഇറ്റ് ബെനിഫിറ്റ്സ്. First is which are the benefits and second is how it benefits. I wish to concentrate in the point how it benefits. How it benefits. എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവാനായിട്ട് സാധിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ എന്താണ് ഒരു മനുഷ്യനെ, ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് 2 ഏരിയകളായിട്ട് തിരിക്കാം. ഒന്ന് എന്താണ്, അയാൾക്കൊരു ഫിസിക്കൽ എൻറ്റിറ്റി ഉണ്ട്, ശരീരമുണ്ട്, ബോഡിയുണ്ട്. ബോഡി മാത്രമല്ല, there is a mind also. മനസ്സുണ്ട്. അപ്പോൾ ബോഡിയുണ്ട്, മൈൻഡും ഉണ്ട്. നമ്മുടെ ബിഹേവിയർ നമ്മൾ തേർഡ് പാർട്ടി കാണുന്നത് അയാളുടെ ബോഡി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ബിഹേവിയർ ആയിട്ട് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അവന്റെ മനസ്സ് എന്താണ് നടക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മോസ്റ്റ് പ്രോബ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ
ബോഡി അല്ല മനുഷ്യന്റെ ബിഹേവിയർ ആക്ച്വലി ചെയ്യുന്നത്. ശരീരം ഒന്നും ചെയ്യുന്നില്ല, ശരീരം കൊടുത്ത് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. വളരെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. ശരീരമല്ല ചെയ്യുന്നത്. ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്, എടുത്തെറിയുന്നുണ്ട്, അലപ്പുണ്ടാക്കുന്നുണ്ട്, സീനുണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, ഷെയ്ക്കാൻഡ് കൊടുക്കുന്നുണ്ട്, അതെന്റെ ബോഡി അല്ലേ ചെയ്യണേ. പക്ഷെ ബോഡി അല്ല ചെയ്യുന്നത്. ഇതിനകത്തിരുന്ന് റിമോട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ നമുക്കുണ്ട്. അത് എന്താണോ മൈൻഡിൽ നിന്ന് പറയുന്നത് അത് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ബോഡിയിലൂടെ എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. മൈൻഡിൽ നിന്ന് കമാൻഡിങ്, ബോഡിയിൽ നിന്ന് എക്സിക്യൂഷനാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ മാറേണ്ടത് ബോഡിയല്ല മൈൻഡാ മാറേണ്ടത്. മൈൻഡ് മാറിയാലേ പ്രവൃത്തി മാറത്തുള്ളൂ, മനസ്സ് മാറിയാലേ പ്രവൃത്തി മാറത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഈ കൺവെൻഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് വന്നു കഴിയുമ്പോൾ ചില ആളുകളെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മളൊരു കമന്റ് പറയാറുണ്ട്. എന്താണ്, അയാള് 7 ദിവസം ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞാൽ യാതൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ലല്ലോ. ടേക്ക് ദ വേർഡ് മാനസാന്തരം. അതൊന്ന് അനലൈസ് ചെയ്തേ. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മനസ്സിന് അന്തരം ഉണ്ടാകുക. ഇവിടുന്ന് പോയപ്പോഴത്തെ മനസ്സല്ല, തിരിച്ചു വന്നപ്പോൾ അതിന്റെ പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതെങ്ങനെയാ ഈ കണ്ടു നിൽക്കുന്നവര് എങ്ങനെയാ വിധിച്ചത്? ഇയാൾക്ക് മാനസാന്തരം ഉണ്ടായില്ല എന്ന് ഇവരെങ്ങനെ പറഞ്ഞു? മനസ്സ് മാറിയിരുന്നെങ്കിൽ പ്രവൃത്തി മാറിയേനെ. കറക്റ്റാണ്, മനസ്സ് മാറിയിരുന്നെങ്കിൽ പ്രവൃത്തി മാറിയേനെ. മനസ്സ് മാറിയാൽ മാത്രമേ പ്രവൃത്തി മാറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യന് ബോഡിയുണ്ട്, ബോഡി കൊണ്ടാണ് നമ്മളുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. ശരിയാണ്, പക്ഷെ ഇതിനകത്തിരുന്ന് ഒരു കറക്റ്റ് ഡയറക്ഷൻ തരുന്നുണ്ട്. മൈൻഡ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ദാറ്റ് മൈൻഡ് ഈസ് നോൺ ആസ് സബ് കോൺഷ്യസ് മൈൻഡ്. മലയാളത്തിൽ അതിന് ഉപബോധ മനസ്സെന്ന് പറയുന്ന മൈൻഡ് നമുക്കുണ്ട്. ആ മൈൻഡിൽ നിന്ന് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ശരീരം കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്കൊരു ഒരു ഇൻസൈറ്റ് ഏരിയ വരുന്നുണ്ട്. എന്താണ്, ഈ മനസ്സുകൊണ്ട് പറയുന്നത് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ മാറേണ്ടത് എന്താണ്? മൈൻഡാണ് മാറേണ്ടത്. മൈൻഡ് മാറ്റാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനോടും പ്രവർത്തി മാറ്റാൻ പറയരുത്. ഇപ്പൊ എന്താ ഈ ചെയ്യണ ഈ പ്രവൃത്തികളൊക്കെ ഒന്ന് മാറ്റ്, കുറച്ചും കൂടെ അത് ഇത് ചെയ്യുന്ന പറയരുത്. കാരണം അവന്റെ മനസ്സ് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം മനസ്സിലൂടെ മാത്രമേ പ്രവൃത്തിയെ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം വരുക, എങ്ങനെ മനസ്സ് മാറ്റാം? നമുക്ക് ഡീപ്പായിട്ട് കുഴിച്ചു പോകാം. ആദ്യം പറഞ്ഞത് പെരുമാറ്റങ്ങളും പ്രവൃത്തികളും മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് മൈൻഡാണെന്ന് പറഞ്ഞിരുന്നു. മനസ്സ് മാറണമെന്ന് പറഞ്ഞു. ദാറ്റ് മൈൻഡ് ഈസ് നോൺ ആസ് സബ് കോൺഷ്യസ് മൈൻഡ്. മനുഷ്യന്റെ ഉപബോധ തലങ്ങളിലുള്ള മൈൻഡ് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത പ്രോസസ്സ്, എങ്ങനെ മനസ്സ് മാറ്റാം? കറക്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹൗ ടു ചേഞ്ച് അവർ തോട്ട് പാറ്റേൺസ്. ചിന്തിക്കുന്ന രീതി മാറ്റിയെടുക്കുക. ചിന്തകൾ മാറ്റുക എന്നല്ല. മനുഷ്യൻ എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. 50,000 60,000 ചിന്തകളും ഉപചിന്തകളും വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകളും ബ്രെയിനിങ്ങിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെ ചിന്തകൾ മാറ്റിയെടുക്കാം. ഇപ്പോ എന്താണ്, അപ്പൊ നമ്മളിപ്പോ വന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ്? ചിന്തകളാണ്. തോട്ട്സ് ആണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ആ മൈൻഡിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ കിട്ടുന്നത്. അതാണ് പ്രവൃത്തികളായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നത്. പ്രവൃത്തി മാറ്റാനായിട്ട് ഒരിക്കലും ഒരു മനുഷ്യന് പറ്റത്തില്ല. മാറ്റാൻ പറയുകയും ചെയ്യരുത്. എങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ആ പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നത്? വൺസ് അഗെയിൻ, എങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ പെരുമാറ്റങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും വരുന്നത്, അതെടുക്കാം. എന്നിട്ട് മാറേണ്ടത് ചിന്തകളാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളുടെ ആകത്തുകയാണ്. എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത് അങ്ങനെ തന്നെ, ആ വേർഡ് കറക്റ്റ് നോട്ട് ചെയ്ത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആക്സെപ്റ്റ് ചെയ്യും. അത് തന്നെ പ്രവൃത്തികളായിട്ട് വരും. അത് പോസിറ്റീവായാലും കൊള്ളാം, നെഗറ്റീവായാലും കൊള്ളാം. സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് തോട്ട്സ്. ഇറ്റ് ഈസ് എ മാഗ്നറ്റ്. അത് തോട്ട്സിനെ അട്രാക്ട് ചെയ്യും. വിച്ച് തോട്ട്സ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ബോത്ത്സ്. ഏതാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനെ അട്രാക്ട് ചെയ്യുക എന്നൊരു ജോലി. അപ്പൊ ശരിക്കും നമ്മുടെ റോൾ എന്ന് പറയുന്നത് ചിന്തകൾ മാറ്റേണ്ടതിനെ മാറ്റി. അപ്പൊ ഈ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് പ്രക്രിയ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻസൈറ്റുകൾ എന്ന് പറയുന്നത്, ഉൾക്കാഴ്ചകൾ എന്ന് പറയുന്ന പ്രോസസ്സ്. ചില ഉൾക്കാഴ്ചകൾ മനുഷ്യന്റെ ചിന്തകളെ മാറ്റിയേക്കാന്ന് പറയുന്നത്. ഇനി ആ താഴെ നിന്ന് മുകളിലേക്ക് പോന്നേ. ചില ഇൻസൈറ്റുകൾ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ചിന്ത മാറും. തൊട്ട് മുകളിലേതാണ്? മൈൻഡ്.
അത് മൈൻഡ് ചിന്തിക്കുന്ന രീതി അനുസരിച്ച് മൈൻഡ് അത് മുഴുവൻ പിടിച്ചെടുക്കും. ഇനി അത് തൊട്ട് മുകളിൽ പ്രവൃത്തിയായിട്ട് വരും. വീണ്ടും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് സംസാരിച്ച് നോക്കാം. അതായത് ഒരു മനുഷ്യന്റെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ശരീരം കൊണ്ടാണ് അല്ലെങ്കിൽ ബോഡി കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ബോഡിയോടൊന്ന് നമുക്കൊന്ന് സാങ്കല്പികമായിട്ട് ഇമാജിൻ ചെയ്യാം. ബോഡിയോട് ചോദിക്കാം, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ബോഡി കറക്റ്റ് ആയിട്ടൊരു ആൻസർ നമുക്ക് പറയും. എന്താണെന്ന് അറിയാമോ ആൻസർ? ഞാനല്ലല്ലോ ഇത് ചെയ്യുന്നത്. ലിസൺ, ഞാനല്ലല്ലോ ഇത് ചെയ്യുന്നത്, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവന്ന്. ആര്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആര്? നീ ബോഡിയെ കൊണ്ട് ആരാ ഇത് ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ പറയും അതിന്റെ പേരാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൈൻഡിന്റെ അടുത്തേക്ക് പോവാം. മൈൻഡിനോട് ചോദിക്കുക, എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ബോഡിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ കാരണം എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? മൈൻഡ് കറക്റ്റ് നെക്സ്റ്റ് ആൻസർ തരും. കാരണം എന്താണ്? നിങ്ങളോടാരാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറഞ്ഞത്? നിങ്ങളോടാരാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറഞ്ഞത്? ആ ചിന്തിക്കുന്നതാണ് എന്റെ ജോലി. ചിന്തപ്പെടുത്ത ഒരു സാധനമാണ് ചിന്തപ്പെടുത്തക്കാരൻ. എങ്ങനെയാണോ ചിന്തിക്കുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അങ്ങനെ തന്നെ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യും. നാളെ അത് നിങ്ങളുടെ ബിഹേവിയർ ആയിട്ട് ഉറപ്പായിട്ട് വരും. ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് പെരുമാറ്റങ്ങളും ബിഹേവിയറും മാറ്റാനായിട്ട് നോക്കരുത്. ഭയങ്കര പ്രശ്നമാണ്. അത് മാറ്റാൻ പറ്റത്തില്ല. അതിന്റെ കറക്റ്റ് ആ വാക്ക്. ഏത് ഉത്ഭവസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത്, അത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുള്ളൂ. നമ്മൾ എങ്ങോട്ടാണോ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണോ പോണോ, ഡെസ്റ്റിനേഷൻ അങ്ങോട്ടായിരിക്കും എത്തുള്ളൂ. അവിടെ ടേൺ ചെയ്ത ഉത്ഭവസ്ഥാനത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ കുഴപ്പമാണത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് അതിന്റെ റീസൺ കണ്ടുപിടിച്ച് ആ ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോവുക. ബോഡിയല്ല ജോലി പ്രവൃത്തികളും പെരുമാറ്റങ്ങളും ചെയ്യുന്നത്, നല്ലതായാലും ചീത്തയായാലും അത് മൈൻഡാണ്. മൈൻഡിനോട് വെച്ച് പറഞ്ഞു, എന്റെ ജോലി ചിന്തപിടുത്തമാണല്ലോ, തോട്ട്സ് ആണല്ലോ ഞാൻ അട്രാക്ട് ചെയ്യുന്നത്. ഏത് തോട്ട്സ്? പോസിറ്റീവ്, നെഗറ്റീവ്, വാട്ട് എവർ ഇറ്റ് ബി, അത് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ വന്ന് നിൽക്കുന്നത് ചിന്തകളിലാണ്. ശരിക്കും മാറേണ്ടത് ചിന്തകളാണ്. ഒരാളെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അയാളുടെ നിലവിലുള്ള ചിന്തകൾ തെറ്റായിട്ടാണല്ലോ ഇന്ന് അയാൾ സഫർ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് അയാൾ പ്രശ്നങ്ങളിലേക്ക് നിൽക്കുന്നതിന്റെ കാരണം അയാൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തെറ്റായ ചിന്തകളാണ് അയാൾ ഇതിലേക്ക് നയിച്ചേക്കുന്നത്. മാറേണ്ടത് ചിന്തയാണ്. എങ്ങനെ ചിന്ത മാറും? ചിന്ത മാറാനായിട്ട് ഉള്ള സാധനത്തിന്റെ പേരാണ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകൾ എന്ന് പറയുന്ന സാധനം. ഓരോരുത്തരും ചിന്തിക്കുന്ന രീതികൾക്കനുസരിച്ചായിരിക്കും അവർ പ്രോസസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു ആളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞേക്കണം. ഒന്നെന്താണ്? ജനറ്റിക് ഫാക്ടേഴ്സ്, പേരൻസിൽ നിന്ന് കിട്ടുന്ന ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യം എന്ന് പറയുന്ന ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒരു ഘടകം പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഈസ് എന്താണ്? ജനിച്ചു വളരുന്ന സിറ്റുവേഷൻ, സാഹചര്യം, അതാണ് അയാളെ എങ്ങനെ ആക്കിയെന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഒന്ന് ജനിതക ഘടകങ്ങൾ, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അയാൾ എവിടെയാണോ ജനിച്ചു വളരുന്നത്, ആ സിറ്റുവേഷനാണ് അയാൾ എങ്ങനെ ആക്കിയെന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട്. എന്താണെന്ന് അറിയാവോ? ഒരു വീട്ടിൽ 3 പിള്ളേരുണ്ട്. 3 ഒരു ജനറ്റിക് ഫാക്ടേഴ്സിലുണ്ടായി. കോമ്പിനേഷൻ ഫാക്ടേഴ്സ് മേ ബി ഡിഫറൻറ്റ്, സമ്മതിച്ചു. ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 ഒരു അച്ഛനമ്മമാരിൽ നിന്നുണ്ടായ ജനറ്റിക് ഫാക്ടേഴ്സിൽ നിന്ന് വന്ന ഘടകത്തിൽ നിന്നുണ്ടായതാണ്. കോമ്പിനേഷൻ ഫാക്ടേഴ്സ് ഡിഫറൻ്റ് ആണെങ്കിൽ പോലും. രണ്ടാമത്തെ കാര്യം, 3 ഒരു വീട്ടിലാണല്ലോ വളർത്തിയത്. എന്നിട്ട് എന്ത് ചെയ്യും? വളർന്ന് വലുതായപ്പോൾ 3 തരത്തിലായി പോയേ. അതൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ. പറയുന്ന രീതികൾക്കനുസരിച്ചാണെങ്കിൽ ഏറ്റവും പുതിയ റിസർച്ചിന്റെ ഫലം എന്ന് പറയുന്ന സാധനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെയെല്ലാം മറികടക്കുന്ന മൂന്നാമതൊരു സംഗതിയുണ്ട്. അതിന്റെ പേരാണ് പാറ്റേൺ ഓഫ് തോട്ട്സ്, ചിന്തിക്കുന്ന രീതി. വളരെ പ്രധാനമാണ് കേട്ടോ. മൂത്തയാൾ ചിന്തിക്കുന്നത് പോലെയല്ല രണ്ടാമത്തെ ആൾ ചിന്തിച്ചത്. എന്ത് കറക്റ്റാന്ന് നോക്കി. ഞങ്ങളൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടൊരു ഫാമിലിയെ വിസിറ്റ് ചെയ്തു കേട്ടോ. അവിടെ ശ്രദ്ധിക്കാം, ലിസൺ ചെയ്യാം. ഒരു അച്ഛനും അമ്മയും 2 ആൺമക്കളുണ്ട്. അച്ഛനും അമ്മയും 2 ആൺമക്കളും. അച്ഛൻ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഏറ്റവും വലിയ കള്ളുകുടിയിലും ചട്ടമ്പി അലമ്പനുമാണ്. 2 ആൺമക്കൾ എന്ന് പറയുന്നത് ചെറുതല്ല കേട്ടോ, വലിയ പിള്ളേരാണ്. മൂത്തവന് 32 വയസ്സുണ്ട്, രണ്ടാമത്തേന് 25 വയസ്സുണ്ട്. 2 ആൺകുട്ടികൾ. അച്ഛനും അമ്മയും 2 ആൺമക്കളും. അച്ഛൻ ഭയങ്കര റൗഡി ചട്ടമ്പി അലമ്പനുമാണ്. മൂത്ത മകൻ വളർന്ന് വലുതായപ്പോൾ അച്ഛനെ വെല്ലുന്ന ചട്ടമ്പിയായി. അവനുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന് പേടിയാണ്. അതുപോലത്തെ അലമ്പന. ഓരോ അലമ്പനും പോലീസ് കേസും അലമ്പും ഒക്കെയാണ്. രണ്ടാമത്തവൻ നേരെ തിരിച്ച്, കള്ളുകൂടിയില്ല, അലമ്പില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അവിടുത്തെ
റെഡ് ക്രോസ് സൊസൈറ്റിയിലുണ്ട്, ആംബുലൻസ് ചാരിറ്റബിൾ സൊസൈറ്റികളിലുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ട്. ഈ പയ്യൻ ആംബുലൻസ് ഓടിക്കുന്നതിന് പൈസ പോലും വാങ്ങിക്കില്ല. ഞാൻ ശമ്പളത്തിനല്ലല്ലോ ഓടിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കാനാന്ന് പറഞ്ഞിട്ട് കണ്ണിലുണ്ണിയായ ചെറുക്കനെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാത്? മൂത്ത ആൾക്ക് പിന്നെ രണ്ടുപേരും ഒരു വീട്ടിലുണ്ടായി, ഒരു അച്ഛനമ്മമാരുന്നുണ്ടായി, രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ വളർത്തി. ഇതെങ്ങനെയാണ് ഇതിന്റെ ഡിഫറൻസ് ഒന്നും അറിയാനായിട്ട് ഞങ്ങളൊരു 5-6 ദിവസം അവിടെ സ്റ്റഡി ചെയ്യാനായിട്ട് പോയി. കറക്റ്റ് അവരുമായിട്ട് കുറെ ഇന്ററാക്ഷൻസ് ഒക്കെ നടത്തി, കുറെ അറൈവലുകൾ, കറക്റ്റ് അതിന്റെ റീസൺ കിട്ടി കേട്ടോ. നമ്മൾ പറയുന്ന രീതിയിലേക്ക് വരുന്ന റീസൺസ് കറക്റ്റ് കിട്ടി. എന്താണെന്നറിയാവോ? മൂത്തവനോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചപ്പോൾ അവന്റെ മറുപടി ഇതായിരുന്നു, ഞാൻ ഈ അച്ഛന്റെ മോനല്ല, ചെറുപ്പം മുതൽ അച്ഛനെ കണ്ടല്ലേ വളർന്നു, പിന്നെ ഞാൻ എങ്ങനെയാ ഗതിയാവുന്നു? അച്ഛനല്ല അവനെ കള്ളൂടിയനാക്കിയത് കേട്ടോ, അച്ഛനല്ല, അച്ഛനല്ല. അവന്റെ ചിന്ത അതായിരുന്നു, അവന്റെ തോട്ട്സ് അതായിരുന്നു. ഞാൻ ഈ അച്ഛന്റെ മോനല്ലേ, അച്ഛനെ കണ്ടല്ലേ വളരുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാ മാറ്റം വരുന്നത് എന്നുള്ള ചിന്തയാണ് അവനെ കറക്റ്റ് ആക്കിയത്. അച്ഛൻ കള്ളൂടി മറ്റി തല്ലിപ്പൊളിയൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ രണ്ടാമത്തെ വിളിച്ചു ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആവാത്ത? അച്ഛനും ചേട്ടനെല്ലാം ഭയങ്കര പ്രശ്നക്കാരാണല്ലോ, കള്ളുടിയന്മാരാണല്ലോ, നീ എന്താ ആവാത്തെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞത്, അച്ഛനോട് സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും ലവും ഒക്കെ ഉണ്ട്, ഓക്കെ ശരിയാണ്. പക്ഷെ അച്ഛന്റെ ഈ എന്താണ് ഈ മിസ്കോണ്ടാക്ട് കണ്ടു കഴിയുമ്പോൾ, ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ, കള്ളുകൂടിയും വഴക്കും അലമ്പും കണ്ടു കഴിയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു. അണ്ടർലൈൻ ചെയ്യാൻ വാക്ക് കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു. തോട്ട്സ് അയാളുടെ മനസ്സിൽ വന്നത് ഇതാണ്, ഒരിക്കലും ഞാൻ ഇതുപോലെ ഒരു അലമ്പിലേക്ക് വരത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ആ തോട്ട്സിന്റെ ഡിഫറൻസ് ഉണ്ടോ? ആ കറക്റ്റ് തോട്ട്സ് ആണ് ഓരോ മനുഷ്യന്റെയും പെരുമാറ്റങ്ങളും പ്രവർത്തികളായിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നോ നാളെ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കും, ഒരു സംശയമില്ല കാര്യം. അപ്പൊ ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ എവിടുന്ന് കിട്ടിയതാ? അത് മുൻകാലങ്ങളിൽ, തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള ചിന്തകളൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. ഉറപ്പായിട്ടും ഈ തോട്ട്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബിഹേവിയർ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ കൺട്രോൾ ദ തോട്ട്സ്, ഡൈവേർട്ട് ദ തോട്ട്സ്. സെലക്റ്റീവായിട്ട് ആ വരുന്ന തോട്ട്സിന് നമ്മളൊന്ന് ഇടയ്ക്ക് നമ്മൾ തന്നെ ഒന്ന് അവെയർ ആവണം അത് എന്താണെന്നുള്ളത്. അത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതാണെന്ന് ചിലപ്പോൾ ഞാൻ വ്യാഖ്യാനിച്ചേക്കാം കേട്ടോ. ചിന്തകൾ എന്ന് പറയുന്നത് വരുമെന്നാണ് പറഞ്ഞത് അല്ലേ? ശരിയാണ്. അത് കീ കൊടുക്കുന്ന ഒരു പാവയോട് നമുക്ക് എന്താണ് എടുക്കാറ്? കീ കൊടുക്കുന്ന പാവ ഫുൾ കീ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ടേബിളിന്റെ മുകളിലേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. കാരണം അത് മുന്നോട്ട് പോകും, മൂവ് ചെയ്യും. ഫുള്ളായിട്ട് കീ കൊടുക്കുന്ന പാവ അത് മുന്നോട്ട് ഉറപ്പായിട്ട് മൂവ് ചെയ്യും. അത് ശരിയാണ്. പക്ഷെ അതിന്റെ എഡ്ജിൽ വരുമ്പോൾ നമ്മളുടെ ഒരു ശ്രദ്ധ അതിനകത്ത് വേണം. താഴേക്ക് പോകും, അത് തിരിച്ചു വെക്കണം, ഡൈവേർട്ട് ചെയ്ത് വെക്ക്. ഉരുണ്ട് വീഴല്ലേ, ഡൈവേർട്ട് ചെയ്ത് വെക്ക്, അത് പൊക്കോട്ടെ. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ തോട്ട്സ് എങ്ങോട്ടാ പോണെന്ന് നടക്കി നിങ്ങൾ അതിനൊന്ന് മോണിറ്ററിങ് കറക്റ്റ് ആണ് ആ വാക്ക്, മോണിറ്ററിങ് നടത്തണം. ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനമുള്ളത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ശരിയാണോ ഇത് എന്ന് ഒരു മോണിറ്ററിങ് പ്രോസസ്സിലൂടെ അതിനെ വിട്ടാൽ മാത്രമേ ആ ഒരു ഏരിയകളിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ വീണ്ടും അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് കൗൺസിലിംഗ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് തോട്ട്സ് മാറ്റുന്ന പ്രോസസ്സിലൂടെ നമ്മുടെ REB ടീം, CB ടീം എല്ലാം പറഞ്ഞിരിക്കുന്ന ഇതാണ്. കറക്റ്റ് ചെയ്ത് ഈ റൂട്ടിൽ തന്നെയാണ് വരുന്നത്. അതായത് മനുഷ്യന്റെ ഇമോഷൻസ് ആണ് അവനെ കൊണ്ട് നല്ലതും ചീത്തയും ചെയ്യിക്കുന്നത്. കറക്റ്റ് ആണ്, ഇമോഷൻസ് ആണ് നല്ലതും ചീത്തയും ചെയ്യിക്കുന്നത്. ആ ഇമോഷൻ വരുന്ന എവിടുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പാറ്റേൺ ഓഫ് തോട്ട്സ്, ചിന്തിക്കുന്ന രീതിയാണ്. എനിക്ക് സന്തോഷമാണ് എൻ്റെ മനസ്സിലെങ്കിൽ എൻ്റെ പെരുമാറ്റങ്ങൾ മാറും. സങ്കടവും ദേഷ്യവുമാണ് എൻ്റെ മനസ്സിൽ ആ ഇമോഷൻസ്. ആ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തിക്കുന്ന രീതികളിലാണ് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ക്രിയേഷൻ ഓഫ് ഇൻസൈറ്റ് അതിനെ വർക്ക് ചെയ്യിക്കുന്നതായിട്ട് സംഭവം അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ചിന്ത മാറ്റുന്ന ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇൻസൈറ്റ് എന്താണെന്നൊരു മാറ്റം. കീ വേർഡാ വാട്ട് ഈസ് കൗൺസിലിംഗ് എന്ന് ചോദിച്ചാൽ, ഇൻ എ സിംഗിൾ വേർഡ് വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ക്രിയേറ്റിംഗ് ആൻ ഇൻസൈറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് അതർ പേഴ്സൺ. ചില ഉൾക്കാഴ്ചകളിലൂടെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില ഏരിയകളിലൂടെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ചെറിയ ഒരു എന്താണ് തിരിനാളം എന്നോ ലൈറ്റ് എന്നൊക്കെ പറയാം, അത് കത്തി വലുതായിക്കോളും. അതിന്റെ പേരാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് ഒരു പയ്യൻ എന്നെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഫാദറുണ്ട്, മദറുണ്ട്, ഈ പയ്യനുണ്ട്. 18 years ഓൾഡ് ആകും. 18 വയസ്സ് കഴിഞ്ഞിട്ട്
+2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ്. ആണും പെണ്ണുമായിട്ട് ഒരു മോനേ ഉള്ളൂ. പറഞ്ഞത് ഇതാണ്, വീട്ടുകാർ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞ ഇതാണ്, വീട്ടിലിരുന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഭയങ്കര അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുക. 6 മാസം വീട്ടിലിരുന്നപ്പോൾ വീട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ച ബഹളം, പാത്രമൊക്കെ എടുത്ത് എറിയുക, സീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക, മൊത്തം പ്രശ്നമാണ്, പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നേ പറഞ്ഞിട്ട് പേരൻസിന്റെ പതുക്കെ വെളിയിലേക്ക് ഇറക്കിയിട്ട് അവരോട് ഞാൻ ചോദിച്ചു, മോനെ ഇവർ പറഞ്ഞ് ശരിയാണോടാന്ന് ചോദിച്ചു. മോസ്റ്റ് പ്രോബബ്ലി ചുമ്മാ പറയണമെന്ന് പറയും എന്ന് ഞാൻ വിചാരിച്ച്. പയ്യൻ ചാടി പറഞ്ഞു, ശരിയാ ശരിയാ സാറേ, ശരിയാ, ഇവർ പറഞ്ഞതൊക്കെ ശരിയാ, ഞാൻ അവിടെ കിടന്ന് വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്. ലിസൺ ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമ്മുടെ റോൾ എന്ന് പറയുന്നത് അഡ്വൈസ് ആണെങ്കിൽ, മോനെ അച്ഛനും അമ്മയ്ക്ക് എന്നാ വിഷമാവൂടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്താല്, നിന്നെ എത്രയും പാടുപെട്ട വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ ഞാനൊരു അഡ്വൈസ് കൊടുത്താൽ അവന്റെ മനസ്സിൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ ഒരിക്കലും ഒരാളോട് പെരുമാറ്റവും പ്രവൃത്തിയും മാറാൻ ഒരിക്കലും പറയരുത് കേട്ടോ. ഒരുപാട് മദ്യപന്മാരും കള്ളുടിയന്മാരും ഡ്രങ്കാർഡ്സ് ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഇന്നവരെ ഒരാളോടും നിങ്ങൾ മദ്യപാനം നിർത്തണം എന്ന് ഞാനല്ല പറയണ്ടേ, അയാളുടെ ഉള്ളിൽ നിന്ന് തോന്നണം. ഇത് നിർത്തണോ വേണ്ടോ തീരുമാനിക്കണം ഞാനല്ല, അയാളാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പൊ അത് ചിന്തിക്കാനുള്ള ചില ചിന്തകൾ അയാൾക്ക് ഇട്ടുകൊടുത്ത് ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കി അയാളെ കൊണ്ട് സ്വന്തം നിയന്ത്രിപ്പിക്കാൻ പഠിക്കണം. ഈ പയ്യൻ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ മോൻ എന്താണ് ഇതിങ്ങനെ എറിയുണ്ടോന്ന് വെച്ചാൽ, ഞാൻ പാത്രമൊക്കെ എടുത്ത് എറിയുണ്ടോ, വീട്ടിൽ കിടന്നാലും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം, മോൻ എങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിനക്ക് എടുത്തെറിയാൻ തോന്നണെന്ന. മോൻ എങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, ഹൗ യുവർ തോട്ട് പാറ്റേൺസ്, എങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നിനക്ക് ഈ ആക്ഷൻ വരാൻ തോന്നുന്നത്. മാറേണ്ടത് ചിന്തയാണ് മോനെ, ചിന്തയാ മാറേണ്ടത് കേട്ടോ. പാത്രം എടുത്ത് നിർത്താൻ പറഞ്ഞാൽ നിനക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം നിന്റെ ഇമോഷൻ അങ്ങനെ നീ കത്തി നിൽക്കുന്ന സമയത്ത് നിനക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാറേണ്ടത് നിന്റെ ചിന്തയാണ്. ഞാൻ പറഞ്ഞു, നീ ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും എടുത്തു കേട്ടോ, മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് ഇത് മോൻ എങ്ങനെയാ ചിന്തിച്ചെന്ന് ചോദിച്ചു. അവൻ പറയുക, കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് പറയുക, എത്ര നാളായി കൊറോണയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്, ടൂർ പോകണ്ടേ, കൂട്ടുകാരും ഇല്ല, ഒന്നുമില്ല, ചിക്കനും കഴിച്ചിരുന്നാൽ മതിയോ, മനുഷ്യന് വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിക്കത്തില്ലേ, അതല്ലേ ഇതിൽ. ഇതായിരുന്നു അവന്റെ ചിന്ത, ഇതായിരുന്നു അവന്റെ ചിന്ത. അതാണ് അവനെ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടേ ആക്കിയത്. ഞാൻ വളരെ കൂളായിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, മോനെ നിനക്കിപ്പോ എന്നാ വേണ്ടത്? ടൂർ പോകണം. കൊറോണയുടെ ഇടയ്ക്കോ? അതെ. എന്നാ കൊറോണ? ടൂർ പോകണം. കൊറോണയുടെ ഗൗരവത്തെ കുറിച്ച് മോൻ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിന്റെ എന്താണ് അതിനെ സംബന്ധിച്ചൊരു ഇൻസൈറ്റ് നിനക്കില്ല. അത് വന്നു കഴിഞ്ഞാൽ എത്ര മാരകമായ അസുഖമാണെന്ന പ്രശ്നമുള്ള മോൻ അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അച്ഛന് കുറച്ച് വലിവിന്റെ അസുഖമൊക്കെ ഉണ്ടെന്നും പറഞ്ഞായിരുന്നു കേട്ടോ, വലിവിന്റെ അസുഖമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനിപ്പോ എന്നാ വേണ്ട? ടൂർ പോകണം. ശരി, കണ്ണടച്ചിരുന്നോളാം പറഞ്ഞു. കണ്ണടച്ചിരുന്നു. അവൻ സിംബോളിക് ആയിട്ട് ടൂർ പോകുന്നു, പക്ഷികൾ കാണുന്നു, മരം കാണുന്നു, കിളികളെ കാണുന്നു, റിവർ കാണുന്നു, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവനത് തിരിച്ചു വരുന്നതായിട്ട് കണ്ണുകൾ അടച്ചിരുന്നിട്ട് തന്നെ അവനെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം നിനക്ക് മോന് എന്താണ് ചെറിയൊരു PhD പ്രൈമറി ഹെൽത്ത് സംബന്ധിച്ച് അനുഭവിച്ചുകൊണ്ടിരുന്നേ. നിസ്സാര ഒരു തെറ്റായ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കേണ്ടി വരും കേട്ടോ. അതിന്റെ പേരാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. മനുഷ്യന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനത്തിന്റെ പേരാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവനുണ്ട്. തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, അതിന്റെ പരിണിത ഫലവും കൂടെ അവൻ പറയണം. അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് തെരഞ്ഞെടുത്തു. ടൂർ പോകണം എന്ന് പറഞ്ഞ അവൻ പോയി, പ്രശ്നം വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നിന്റെ ഫാദറിന് ചെറിയ അസുഖം, കോൾഡ് വന്നു. ചെക്ക് ചെയ്തേക്കിപ്പോൾ ഫാദറിനും പോസിറ്റീവാണ്. ഫാദറിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. കുറെ സമയം എടുത്തു സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. നീ എന്ത് ഫ്രീഡം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണേ? ഞാനും അച്ഛനോടെ കൂടി മുറ്റത്ത് ക്രിക്കറ്റ് എന്താണ് ഷട്ടിൽ കളിക്കുമായിരുന്നു. ഇനി എനിക്കത് കളിക്കാൻ പറ്റില്ല മോനെ. നീ 29 ദിവസത്തേക്ക് നിന്റെ ഒരു മുറി കൂട്ടിയിടാൻ പോവാ. നീ അങ്ങനെ കിടക്കേണ്ടി വരും കേട്ടോ. കാരണം നീ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ എടുക്കണ്ടേ. ഞാൻ പറഞ്ഞു, ഒരു 2-3 ദിവസത്തേക്ക് അതിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഉപദേശിച്ചില്ല കേട്ടോ, ഉപദേശിച്ചില്ല, അഡ്വൈസ് കൊടുത്തതേ ഇല്ല. ഇതിന്റെ റിയാലിറ്റി എന്താണോ, റിയാലിറ്റി ഓറിയന്റേഷൻ, കറക്റ്റ് ആണ് ആ വാക്ക്, റിയാലിറ്റി ഓറിയന്റേഷൻ. അതിന്റെ യാഥാർത്ഥ്യം എന്താണോ അത് അവന്റെ ഉപബോധ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്ന സാധനം. ചില ഉൾക്കാഴ്ചകൾ നമ്മൾ സംഭാഷണത്തിൽ ഇട്ടുകൊടുക്കുക, അയാളുടെ മനസ്സ് മാറ്റുക. ശ്രദ്ധിക്കാം, അയാളുടെ മനസ്സ് മാറ്റുക, പ്രവൃത്തി മാറ്റുക. മനസ്സ് മാറണമെങ്കിൽ
ചിന്ത മാറണം. നമുക്ക് വൺസ് അഗൈൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം കേട്ടോ. ഏറ്റവും മുകളിലുള്ളതാണ് മനുഷ്യന്റെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്, നല്ലതായാലും ചീത്തയായാലും. തൊട്ട് താഴെ എവിടെ നിന്നാണ് വരുന്നത്? അത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ നിന്ന് പറയണത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരി. അപ്പൊ ഇനി അടുത്തത് എന്താണ്? മനസ്സ് മാറാൻ എന്താ ചെയ്യണ്ടേ? ചിന്ത മാറുക. ചിന്തകൾ മാറണം. സത്യം പറഞ്ഞാൽ തോട്ട്സ് മാറിയാൽ മാത്രമേ മനുഷ്യന്റെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും മാറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയായിരുന്നു? തെറ്റാ ചിന്ത കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യുക. അത് ആ ചിന്ത എങ്ങനെയാ? ആൾട്ടർനേറ്റീവ് തോട്ട്സ് ഉണ്ടെന്നേ. മാറി ചിന്തിക്കുക, പ്രവൃത്തി മാറ്റുക. മാറി ചിന്തിക്കുക, പ്രവൃത്തി മാറ്റുക. ഇവാലുവേഷൻ അതിന് പറയുന്ന പേര് കേട്ടോ, ഇവാലുവേഷൻ. സത്യം പറഞ്ഞാൽ ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാരിന്റെ സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്താണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ കാര്യം നടത്തും കേട്ടോ. ശരിയല്ലേ? ബാങ്കുകാർ എല്ലാ വർഷവും മാർച്ച് 31 ആകുമ്പോഴത്തേക്കും അവർ ഇവാലുവേഷൻ നടത്തും. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, എന്തിനാ മെച്ചപ്പെടേണ്ട നല്ല ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവർ ഇവാലുവേഷൻ നടത്തും. എന്നിട്ടാ മാറണ. ഇവാലുവേഷൻ നടത്താത്തടത്ത് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ നടത്താത്ത ഒറ്റ സംഭവം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് മാത്രമേ ഉള്ളൂ. ഒരു ഇവാലുവേഷനും ഇല്ല. ഇതിങ്ങനെ ഇയർ ബൈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തെ വേണ്ട, കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തേ. ഇവാലുവേറ്റ് ചെയ്ത് കണ്ണുകൾ അടച്ചിരുന്നിട്ട് സ്വയം ഇവാലുവേറ്റ് ചെയ്യും. കുറ്റപ്പെടുത്തുകയും വേണ്ട, സെൽഫ് എസ്റ്റീം കളയുകയും വേണ്ട. ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പുറകോട്ട് നോക്ക്. TCI എന്ന് പറഞ്ഞൊരു പഠന മേഖലയുണ്ട്, തീം സെന്റേഡ് ഇന്ററാക്ഷൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? ടോർച്ച് അടിക്കുന്നത് പുറത്തേക്ക് നോക്കാനല്ലേന്ന്. ടോർച്ച് അടിക്കുന്നത് പുറത്തേക്ക് നോക്കാനല്ലേന്ന്. ആ ടോർച്ച് തിരിച്ചിങ്ങോട്ടടിക്കാൻ. എന്ത് കറക്റ്റാന്ന് നോക്കി. ഇവിടെ എന്നാ മാറ്റം വരുത്തുണ്ടെന്ന് അറിയാം, എന്നിട്ട് മതി നാട്ടുകാരുടെ കാര്യങ്ങളിലേക്ക് ടോർച്ച് അടിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ വല്ലാത്ത ഒരു ഇതാണ് എന്താണ് നമ്മുടെ ഈ തോട്ട്സ് എന്ന് പറയുന്ന സാധനം. ജസ്റ്റാൾട്ട് തെറാപ്പിക്കകത്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ? 124 അല്ലിയുള്ള ഒരു റോസപ്പൂവ്, 124 അല്ലിയുള്ള ഒരു റോസപ്പൂവ്, റോസ് ഫ്ലവർ. ഒന്ന് അസ്യൂം ചെയ്തേ, വിഷ്വലൈസ് ചെയ്തേ. ആ പൂവിനെ ഒന്ന് കണ്ടേ, അതിന്റെ കളറൊക്കെ ഒന്ന് നോക്കിക്കേ. അത് റെഡ് ആണോ റോസ് ആണോ എന്നൊക്കെ നോക്ക്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 124 അല്ലിയില് 2 അല്ലി പുഴു കടിച്ചതാ. 2 അല്ലി പുഴു കടിച്ചതാ. ബാക്കി 122 അല്ലിയും വളരെ മനോഹരമായ അല്ലികളാണ്. ചില ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഈ പൂ ഇങ്ങോട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണ് എപ്പോഴും നോക്കുന്നത് എങ്ങോട്ടായിരിക്കും അറിയാവോ? ഈ പുഴു കടിച്ച 2 അല്ലിയിലേക്കാണ് നോക്കുന്നത് കേട്ടോ. ഒരല്ലി ഇങ്ങേ സൈഡിൽ പുഴു കടിച്ചത്, ഒരല്ലി അപ്പുറ സൈഡിൽ പുഴു കടിച്ചത്. ഏതു നേരവും പൂ ചിറ്റിച്ചോണ്ടിരിക്കും. എന്തിനാണെന്നറിയാവോ? ഈ പുഴു കടിച്ചല്ലോ എന്ന് പറഞ്ഞു ജീവിതകാലം മൊത്തം പുഴു കടിച്ച് പോകട്ടോ. അദ്ദേഹം ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്, 122 അല്ലി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇല്ലാതെ അല്ലേ കടന്നുപോയെന്ന്. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞ നമ്മളുടെ ഇവിടെ ലോക്കലിൽ ഒരു ബസ് ഉണ്ട്, അതിന്റെ പേര് ടൗൺ ടു ടൗൺ എന്നാ. TT എന്ന് പറയും. TT, ടൗൺ ടു ടൗൺ. സ്റ്റോപ്പ് അവിടെ മാത്രമേ ഉള്ളൂ. ഒരു ടൗൺ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൗണിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ ഒരു പുഴു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് എവിടെയാ? അടുത്ത പുഴുവില. പുഴു ഇറ്റു പുഴു. ജീവിതം വല്ലാത്തൊരു പ്രശ്നമാണ്. അതാ അവന്റെ ആറ്റിറ്റ്യൂഡും തോട്ട്സിന്റെ വല്ലാത്തൊരു പ്രതിഫലനമാണ് കേട്ടോ. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പോയിന്റ് അതായത് നമ്മുടെ എന്താണ്, മനസ്സ് മാറണമെങ്കിൽ ഇമ്മീഡിയറ്റ് പ്രോസസ്സാണ്. ചില അവിടെ ഇത് മാറാൻ പറ്റില്ലല്ലോ എന്ന് പറയും. മാറണമെങ്കിൽ സമയമെടുക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 21 days, അറ്റ്ലീസ്റ്റ് 21 days are required to accept a message by subconscious mind എന്ന് പറഞ്ഞാൽ. ത്രൂ ദ പ്രോസസ് ഓഫ് വിഷ്വലൈസേഷൻ. കോൺഷ്യസ് മൈൻഡിനാണ് കേട്ടോ അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ ഉള്ളൂ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്താണ്? പടങ്ങളാ, ഇമേജസാ. നമ്മളൊരു കാറും ബസ്സും കൂട്ടിയിടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവും. അത് CAR ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടാവണേ. പിന്നെന്താണ്? അതിന്റെ ഇടിച്ചു കിടക്കുന്ന ഒരു പട ഓടി മനസ്സിലേക്ക് വരുന്നത്. കാരണം അത് സബ് കോൺഷ്യസിന്റെ ഭാഷ അങ്ങനെയാണ്, ലാംഗ്വേജ് അങ്ങനെയാണ്, ഇമേജസ് ആണ്. അപ്പൊ അതുപോലെ അനുകൂലമായ ഇമേജസ് ഇട്ട് കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് അതിനെ കാണിക്കണം. റിപ്പീറ്റ് ചെയ്യുക. തുമ്പി കല്ലെടുക്കുന്നത് പോലെ എടുക്കുന്നു പറഞ്ഞാൽ അതിനെ കൊണ്ട് എടുപ്പിക്കുകയോ ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡിൽ ഞാനിപ്പോ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കുറേ സമയം കഴിഞ്ഞ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടിയില്ലല്ലോ, 2 കൗൺസിലിങ്ങിന് പോയി റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. കാരണം സമയമായിട്ടില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല.
8 കിലോമീറ്റർ യാത്ര ചെയ്താലേ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂവെങ്കിൽ 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയരുത്. ആയില്ല കേട്ടോ, ക്ഷമയോടെ കാത്തിരിക്കും. ലക്ഷ്യസ്ഥാനത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകും. അതാണ് ആ പ്രോസസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും വൺസ് അഗെയിൻ ഒന്നും കൂടെ പറയുവാണ്, നമ്മുടെ എന്താണ് വളരെ വലിയ ടോപ്പിക്കാണ്. എനിക്ക് ജസ്റ്റ് കുറച്ച് ടിപ്സ് മാത്രമേ പറയാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതിനുള്ള ടൈമേ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഏരിയ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്താണ് വിച്ച് ആർ ദ ബെനിഫിറ്റ്സ് ഉണ്ട്, ഹൗ ഇറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, എങ്ങനെയാണ് കൗൺസിലിംഗ് മനുഷ്യന് പ്രയോജനം ഉണ്ടാവുന്നത്. ഞാൻ ആ ഹൗ ഇറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമുക്ക് ഡിസ്കഷൻസ് നടന്നത്. ഇനി വിച്ച് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുവാണെങ്കിൽ കുറേ ഏരിയകളുണ്ട്. സെൽഫ് ഇവാലുവേഷൻ കൗൺസിലിംഗ് കൊണ്ട് ഒരാൾ അയാളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ഹെൽത്ത് ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ഒരു ശരീരത്തിന് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഴുവൻ ശ്രദ്ധ ശരീരത്തിലാണ്. മനസ്സിനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആരും അതിന് ശ്രദ്ധിക്കാനുമില്ല, കെയർ ചെയ്യാനുമില്ല, ഒന്നുമില്ല. ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾ പോകുന്ന ആള് കോമ്പീറ്റന്റ് പേഴ്സണാണ്, കറക്റ്റാ, കോമ്പീറ്റന്റ് പേഴ്സൺ, അതിന് അർഹതപ്പെട്ട ആളുടെ അടുത്താണ് പോകുന്നത്. പക്ഷെ മൈൻഡിന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ മേഖലയിൽ അറിയില്ലാത്ത ആളുകളുടെ അടുത്ത് നിന്ന് എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പോകുന്ന കുറച്ച് ഏരിയകളുണ്ട്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി, നമുക്കറിയാം നമ്മുടെ എന്താണ് ഹോർമോൺസ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ബ്രെയിനകത്ത് സെറട്ടോണിനും ഡോപ്പമിനും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് അത് ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇമോഷണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇത് പറ്റും. പിന്നെ ഇൻക്രീസ് അവർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് പ്രശ്നം കേട്ടോ. ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? ടീനേജേഴ്സിന് മാത്രമല്ല, പ്രത്യേകിച്ച് ടീനേജേഴ്സിന് അണ്ടർ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്താണ് ആക്ച്വൽ ഉള്ളതിനേക്കാൾ കുറവാണ് എടുത്തിട്ട് നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിയിട്ടുള്ളതെങ്കിൽ അതിന്റെ പേരാണ് അണ്ടർ എസ്റ്റിമേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഏരിയകളിലേക്ക് നമുക്ക് അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഏകദേശം ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഒന്ന് സമ്മപ്പ് ചെയ്യുവാണ്. ഇത് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സ് മാറണം, തൊട്ട് താഴെ ചിന്ത മാറണം, ചില ഇൻസൈറ്റുകൾ ഉണ്ടാവണം. ഇൻസൈറ്റുകളാണ് മനുഷ്യന്റെ ഈ റൂട്ടുകളിലേക്ക് പോകുന്നത്. അല്ലാണ്ട് പ്രവൃത്തി മാറ്റാൻ വേണ്ടിയിട്ട് ആരോടും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. വേർഡ് ഐദർ ചേഞ്ച് ദ സിറ്റുവേഷൻ ഓർ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, നോട്ട് അതേഴ്സ്. യുവർ മൈൻഡ് സെറ്റ് ടുവേഴ്സ് ഇറ്റ് ടു ബി ഹാപ്പി. ഇപ്പൊ മഴക്കാലം എന്ന് പറയുന്ന സംഗതി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. മഴക്കാലം എനിക്ക് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. കാരണം എന്താണ്? അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡ് കണ്ട്, സത്യം പറഞ്ഞാൽ മഴ രസമുണ്ടല്ലേ, മഴയുടെ ശബ്ദം കേൾക്കാനും, എന്താണ് മഴയത്ത് കിടന്നുറങ്ങാനും. കുട ചൂടി പോകുമ്പോൾ മുഖത്തോട്ടൊക്കെ മഞ്ഞ് പോലെ വെള്ളമൊക്കെ ചാടുന്നില്ലേ, മുറ്റത്തോടെയൊക്കെ നടക്കുമ്പോൾ കാലൊക്കെ നനയുന്നുണ്ടല്ലോ, എന്ത് രസമാണത് എന്ന് മനസ്സുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞാൽ മനസ്സത് ആക്സെപ്റ്റ് ചെയ്യും. അതല്ലാതെ ഈ മഴക്കാലം ഉള്ളിടത്തോളം കാലം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എന്ന് ഞാൻ ചിന്തിച്ച് ജീവിതം കളയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളിൽ വെറുതെ അതാണ് ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഐദർ ചേഞ്ച് ദ സിറ്റുവേഷൻ ഓർ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ടുവേഴ്സ് ഇറ്റ്. ഗ്രാജുവലി ദ മൈൻഡ് വിൽ ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ക്യാൻ ഫൈൻഡ് യു ഹാപ്പി. ഞാൻ ഈയിടെ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ ഇതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു മോള് മാത്രമേ ഉള്ളൂ, അത് MR, മെന്റലി റിട്ടാർഡഡ് ആണ്. ഒറ്റ മോളേ ഉള്ളൂ. അത് ഡോക്ടറും വൈഫും രണ്ടുപേരും ഡോക്ടർമാരാണ്. ഈ മോള് മാത്രമേ ഉള്ളൂ. ഇത് ഒരു 8 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. പക്ഷെ ഇത് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഡോക്ടർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് പ്രശ്നമാണ്. ഈ കുട്ടിയെ റൂമിൽ പൂട്ടിയിടുമായിരുന്നു പറഞ്ഞു. വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അത്രയ്ക്ക് ഗോഷ്ടി കാണിക്കുന്നതുകൊണ്ട് ഡോക്ടർക്ക് അവർക്ക് നാണക്കേടായതുകൊണ്ട് ഈ കുട്ടിയെ റൂമിൽ ലോക്ക് ചെയ്തിടുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെയുണ്ടെങ്കിൽ കുട്ടിയെ ഏതെങ്കിലും സെന്ററുകളിൽ കൊണ്ടേയാക്കുക, ഇങ്ങനെയുള്ള റിന്യൂവൽ സെന്ററുകളിലൊക്കെ ആക്കി കഴിഞ്ഞാൽ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, സൈക്കോളജിക്കലി ആൻഡ് മെന്റലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും പറഞ്ഞു, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഈ കുട്ടിയെ കൊണ്ടാക്കാൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല, കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല. ഉറപ്പായിട്ടും സ്ട്രെസ് അനുഭവിക്കും, സ്ട്രെസ് ഫീൽ ചെയ്യും. കാരണം ഇതിവിടെ കാണുന്ന സമയത്ത് മുഴുവൻ ഡോക്ടർക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു.
കൊണ്ടുപോയി മാറ്റി നിർത്താനായിട്ട് പറ്റൂല. വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഡോക്ടർ. എവിടുന്നോ ഡോക്ടർക്ക് ഒരു ഇൻസൈറ്റ്, എവിടുന്ന് ഒരു മെസ്സേജ് കിട്ടി. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം പിന്നീട് അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതൊരു പോസിറ്റീവ് വേയിലേക്ക് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഡോക്ടർ പറയുക, കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരുവാന്ന്. ചിരിക്കണം. കാരണം ഒഴിവാക്കാൻ ചിന്തിക്കാൻ പറ്റാത്ത ഒരാള് കുട്ടിയെ മൈൻഡ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ജീവിതകാലം മൊത്തം അസ്വസ്ഥതയായിരിക്കും. ആ അസ്വസ്ഥത അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഏരിയയിലേക്ക് ബാധിക്കും, ഫാമിലി ലൈഫിനെ ബാധിക്കും. ഈ കുട്ടിയുടെ പ്രശ്നം കൊണ്ട്. കുട്ടിയെ മാറ്റാൻ പറ്റുകയില്ല, ഇത് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ പറയുന്നു. ഡോക്ടർക്ക് തന്നെ ഇൻസൈറ്റ് ഉണ്ടായി. അദ്ദേഹം പറയുക, ഈ കുട്ടിയെ ഞാൻ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ എവിടെയൊക്കെ ഫംഗ്ഷന് വിളിക്കുന്നുണ്ടോ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ പോകണമെന്ന്. ഈ മന്ദബുദ്ധിയായ കുട്ടിയെ കൊണ്ട് പോവാന്ന്, അതിന്റെ ഗോഷ്ഠി കാണിക്കണമെന്നൊക്കെ സന്തോഷമാണ്. ചെല്ലുന്നിടത്തെല്ലാം പരിചയപ്പെടുത്തുകയും ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് അവർ ഡോട്ടർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി ജീവിതം എന്ന് പറഞ്ഞു. ഉണ്ടോ? എന്ത് കറക്റ്റാന്ന് നോക്കി. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഒഴിവാക്കാൻ പറ്റൂല, അങ്ങനത്തെ ചില ഏരിയകൾ ഉണ്ടാവും. അപ്പൊ ഒരു MBAക്ക് പഠിക്കുന്ന ഒരു ബാങ്കിലെ സ്റ്റാഫ് MBAക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വഴിക്ക് വെച്ച് കണ്ടു. അപ്പൊ പറഞ്ഞു, എടാവേ ഞാൻ MBAക്ക് രജിസ്റ്റർ ചെയ്തേക്കുന്നു. ഉടനെ ചോദിച്ചു, നീ എന്നെ പറയണേ, നീ ബാങ്കിലെ ജോലിയും കഴിഞ്ഞ് 22 പേപ്പർ നീ പരീക്ഷ എഴുതി ജയിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ 50,000 രൂപ ഫീസ് എടുത്തിട്ട് കളഞ്ഞടാ, അത് നടക്കത്തില്ല കേട്ടോ, നടക്കത്തില്ലെന്ന്. ഇയാള് നോ റെസ്പോൺസ്, ഒരു ചിരി ചിരിച്ചു. അതിനകത്തെല്ലാം ഉണ്ട്. നടക്കുന്നറിയാവോ? നീ അല്ലടാ ഞാൻ, എക്സ്പ്രസീവ് അല്ല കേട്ടോ, ഇന്റേണൽ തോട്ട്സ്. നീ അല്ലടാ ഞാൻ ഫീസ് അടച്ചെങ്കിൽ ഞാൻ എഴുതും. 22 അല്ല 220 പേപ്പർ വേണമെങ്കിൽ ഞാൻ എഴുതും കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും ഇത് ബാക്കി പ്രോസസ്സുകളൊക്കെയാണ് കൂടി വിഷ്വലൈസേഷൻ പ്രോസസ്സിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത്, പെട്ടെന്നല്ല, റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത ദിസ് ഈസ് എ ചലഞ്ച് യുവർ ലിമിറ്റേഷൻസ്. ഓക്കെ, താങ്ക് യു. The objective of this webinar was summarizing what we needed to get out of the counseling. So counseling is not an advice. That's what Patrick sir explained here. Counseling is a treatment. So just like how we have the fever or other physical illness, we are going to the doctors and the doctor will prescribe medicine. We will continue the medicine until the date or the occurrence the doctor prescribed. We do not stop the medicine after 1 or 2 intake, right? We will continue that for the full course. The same way, counseling is not an advice. Whenever you are into a problem for your body, you go to the hospital and meet the physician. Or if you're in a special area you need to treat, you will go to the specialist for that one. But when it is coming to the mental health, what Marsh mentioned about that, we do not go to the specialist or the competent person. Instead, we will discuss that with our friends or family members, and then we will say, oh, okay, I'm getting better for a few minutes, maybe an hour, but after that, I am coming back to the old state. So people do not believe in counseling because they do not really approach the competent person. Another point what Marsh mentioned, that how do we get these mental problems? So quite natural, we all are human beings. Our state is 2 parts. One is our body, another one is the mind. Both work together, we will have a happy life. So the thought process leading us to do something specific from our body. Whatever we react, whatever we perform through our body is the reason what we are thinking. So basic reason for why do we do something is how do we think about it. So if we can change the thinking pattern, we can simply change how do we do things or how do we react. So how to change the thought process? It is your control. You can change the thoughts from the beginning itself. How do we visualize things? I want to do these things. I want to do that things. So how I am going to react with this? So the way you think in your mind, your subconscious mind will record that. And whenever time comes, it will just reflect the same through your actions. And other people will see your behavior, your attitude, you are a bad person. Unfortunately, you are a good person. But what is wrong here? Just the thoughts. So the beginning of
our mental problems is from the thoughts. If you can sanitize the thoughts and bring the positive nature into the thoughts, you can survive from a lot of mental issues. And the another portion is that whenever we are going through the negative thinking process, even if you are watching a TV, even if you are thinking about corona, or thinking about other pandemics happening, thinking about the war, thinking about some natural calamities, more than enough means couple of times a day, or more than multiple news channels, then it is going to deposit a thought in your mind. So when you go to bed, or when you talking to other people, these thoughts will come out from your subconscious mind. And that thought process will leads you to the action that you will get a mood of, you may get anxiety, you may get a depression. All these are the byproducts of whatever we are thinking. So Patrick sir explained it through many real life examples. So that is the input we should receive, process it, analyze it, and then change our thinking pattern. So everything we need in the society or in the world, because we can't change anything outside our mind. So whatever we need to change in our life, change the thinking pattern. So if the father is doing something wrong, that doesn't mean that the children should follow the same, because both of them have different mind, different thought patterns. So change the pattern. So what Sir mentioned, another point, we should not advise anybody to change what they are doing. Why? Whatever they do is not what they are controlling, because that is coming from their thought pattern. So what they need to change, the thought patterns. So in order to change the thinking pattern, what they need to do, sorry, they have to always look for positive mindsets, positive thinking pattern, positive peer group. So that is the reason having a positive peer group is very important. Nobody is getting addicted to any problem on the day one. Everybody is getting that addiction after repeated actions. So the repeated thought process will bring you to the repeated action. So change the thought process from the beginning, then you will be able to change your behavior, change your actions, change your, the life itself. So what Marsh explained here is how we can change our life to a better position. So let me summarize these points just for the sake of those who do not understand the Malayalam. So I want to thank Patrick sir again. When I call him Marsh, he was actually teaching me commerce in my degree classes. But now he become a good counselor. He had a lot of degrees. You can check our website for more details. He will provide the counseling. Anybody needs it, you can get the appointment. And he is doing a great job in his native place. So he belongs to a hospital chain. On top of it, he is helping other people during his off time, during the weekends and other times. He is conducting a lot of online classes and classroom classes. So people are coming and getting the benefit out of it. So if you want to discuss with him your personal things, you have an opportunity, go to our website and get the appointment. You will be able to get his help.